നമ്മുടെ വാർഡിൻ്റെ വൈതാഴച്ചെടി സമൃദ്ധമായി വളർന്നിരുന്നതിനാണ് വൈതാഴക്കാട് എന്ന പേര് സിദ്ധിച്ചത്. പിന്നീട് വന്ന നാമപരിണാമമാണ് വഴുതക്കാട് എന്ന് ചരിത്ര പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. NR ഗോപിനാഥ പിള്ള സാറും അത്തരത്തിലാണ് ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇത്ര സ്മാർട്ട് സിറ്റി റോഡും നിരവധിയായിട്ടുള്ള റോഡുകളും ഒക്കെയായി മാറിയ, നമുക്കറിയാം ഇടവഴികൾ പോലും ഏറ്റവും മനോഹരമായ റോഡ് ഇടപ്പെടിഞ്ഞി എന്ന പ്രദേശത്ത് വലിയ ഒരു പാടഭൂമിയായിരുന്നു. അത് പക്ഷേ എൻ്റെ ഓർമ്മകളിൽ പോലുമുണ്ട്. അത്രയും മനോഹരമായിരുന്നൊരു പ്രദേശത്ത് നന്നായി ജനനിബിഡമായി, നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് സ്ഥലത്തിന് പോലുമുള്ള വില. സ്വാഭാവികമായും ഈ നാട്, നമ്മുടെ വഴുതക്കാട് ഒരു കാലത്ത് വിജനമായ ഒരു കുറ്റിക്കാടായിരുന്നു. അഭിഭാഷക പ്രമുഖനായ ശ്രീ മള്ളൂരിൻ്റെ മള്ളൂർ ഹൗസ്, റോസ്കോട്ട് ലൈൻ വീട്ടുപടിക്കൽ നിന്നും പുലിയെ പിടിച്ചിട്ടുള്ള കഥ കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവർ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വനത്തിലുള്ള മൃഗങ്ങളെല്ലാം വെളിയിലിറങ്ങി നടക്കുന്ന കാലഘട്ടമാണ്. പല പ്രദേശങ്ങളിലും ഇപ്പം നെടുമങ്ങാടോട്ടൊക്കെ പോയാൽ സന്ധ്യ കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ അരിനാടൊക്കെ പോയാൽ രാത്രി ആരും ഇറങ്ങാറില്ല. അതുപോലെ കാടിനെ നമ്മളെല്ലാം തന്നെ മോശമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇതൊന്നുമല്ലായിരുന്ന ഈ വഴുതക്കാട് പണ്ട് പുലിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രശസ്ത നാടകകൃത്തും തിരക്കഥാകൃത്തുമായിരുന്ന ശ്രീ TN ഗോപിനാഥൻ നായർ വഴുതക്കാടിനെ കുറിച്ച് എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കുറുക്കൻ്റെ കൂക്കുവിളി പകൽ സമയത്ത് പോലും കേൾക്കാമായിരുന്നു. പരുത്തിക്കുന്നിലെ കുറ്റിക്കാടുകളും ഇന്ന് വാട്ടർ വർക്ക്സ് നിൽക്കുന്ന സ്ഥലത്ത് പുള്ളിപ്പുലികൾ പോലും പതുങ്ങിക്കിടന്നിരുന്ന ഇല്ലിക്കുന്നുകളും അവയ്ക്കിടയിലുള്ള നക്ഷത്ര ബംഗ്ലാവിലേക്ക് വളഞ്ഞും പുളഞ്ഞും ഇഴഞ്ഞിരുന്ന വിജനമായ ഒറ്റയടി പാതകളും എല്ലാം എൻ്റെ ബാല്യം കണ്ട വഴുതക്കാടിൻ്റെ വിഭവ സമ്പത്താണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ പ്രാദേശികവുമായിട്ടൊന്ന് മനസ്സ് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഗണപതി ക്ഷേത്രത്തിന്, വഴുതക്കാട് ഗണപതി ക്ഷേത്രത്തിന് 8 നൂറ്റാണ്ട് പഴക്കമുണ്ട്. വളർന്ന് പന്തലിച്ച ആൽമരവും ചുമട് താങ്ങിയും കാളവണ്ടിയിലും തലച്ചുമടുമായി കച്ചവടത്തിന് നഗരത്തിലേക്ക് വന്നവർ വിശ്രമിച്ച ആൽമരത്തിൽ വിളക്ക് കത്തിച്ചാണ് രൂപാന്തരം പ്രാപിച്ച നമ്മുടെ ആൽത്തറ യക്ഷിയമ്മൻ ക്ഷേത്രം. നമുക്കറിയാം ക്രിസ്തീയ വിശ്വാസികളുടെ സെൻറ് ജോസഫ് പ്രസ്സും അതോടൊപ്പം അവിടെയുള്ള മൊണാസ്ട്രിയും വളരെ വർഷങ്ങൾ പഴക്കമുള്ളതും, കാർമൽ ഹിൽ പള്ളിയും ആശ്രമവും പ്രൊവിഷൻ ഹൗസും ഫിലോസഫിക്കൽ കോളേജും മാർത്തോമ ചർച്ചും പുതിയതായി പണി കഴിപ്പിച്ച ജുമാ മസ്ജിദും ഒക്കെ ഇന്ന് നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി ഈ വഴുതക്കാട് തലയെടുപ്പോടെ നിൽക്കുന്നു. 1.5 ഏക്കർ വിസ്തീർണത്തിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന, നമുക്കറിയാം നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങൾ നമ്മുടെ ഈ വഴുതക്കാടുണ്ട്. അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള കോട്ടൺ ഹിൽ സ്കൂളും അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഗവൺമെൻറ് വിമൻസ് കോളേജും ഒക്കെ സ്ത്രീ ശാക്തീകരണമൊന്നും വരാത്ത കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പഠിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാരും അതിനുശേഷം അതിനോടൊപ്പം തന്നെ രാജാവുമൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്നതാണ്. ഈ കോട്ടൺ ഹില്ലിന് പലരും പറയുന്നത് കോട്ടൺ സായിപ്പിന് ബന്ധമുണ്ടെന്നാണ്. പക്ഷെ അത്തരത്തിലല്ല കോട്ടൺ ഹിൽ എന്നുള്ള പേര് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നമുക്കറിയാം ഇന്ന് NCC ഡയറക്ടറേറ്റായി ഉപയോഗിക്കുന്ന മനോഹരമായ കോട്ടൺ ബംഗ്ലാവ്, നമ്മുടെ ഈ LED വാളിൽ അതിൻ്റെ ചിത്രം വന്നപ്പോൾ ഒരുപക്ഷെ ഇത് ഏത് കെട്ടിടമാണ് എന്ന് നമ്മൾ ആലോചിച്ച് കാണും. NCC ഡയറക്ടറേറ്റ് ആണ്. ചരിത്രത്തെയും ചിത്രകലയും സുകുമാര കലകളെയും എല്ലാം സ്നേഹിച്ചിരുന്ന CW കോട്ടൺ, ചാൾസ് വില്യംസ് എഗർട്ടൺ കോട്ടൺ താമസിച്ചിരുന്നത്. അതുകൊണ്ട് കോട്ടൺ ഹില്ലുമായിട്ട് അതിനല്ല ബന്ധം, NCC ഡയറക്ടറേറ്റിനാണ്. 1923 മുതൽ 26 വരെയാണ് CW കോട്ടൺ തിരുവിതാംകൂർ പൊളിറ്റിക്കൽ ഏജന്റായി വഴുതക്കാട് താമസിച്ചിരുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ കോട്ടൺ ഹിൽ എന്നും പരുത്തിക്കുന്നെന്നും ഈ സ്ഥലത്തിനെ വിളിച്ചിരുന്നു. അപ്പോൾ കോട്ടൺ ഹിൽ സാഹിബ് അല്ലെങ്കിൽ കോട്ടൺ സാഹിബ് വന്ന് താമസിച്ചത് കൊണ്ടല്ല കോട്ടൺ ഹിൽ ആയത്, അതിനൊക്കെ മുൻപ് തന്നെ കോട്ടൺ ഹിൽ എന്ന പേര് ഉണ്ടായിരുന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. അതിലാദ്യം കാണുന്ന ഒരു തെളിവ് തിരുവിതാംകൂർ ഗസറ്റിൽ കോട്ടൺ ഹില്ലിനെ പരുത്തിക്കുന്ന് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 1869 മാർച്ച് 9 വോള്യം 7 പേജ് 159 അത്തരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്.
രണ്ടാമത്തെ തെളിവാണ് മഹാകവി ഉള്ളൂർ പരമേശ്വര അയ്യർക്ക് പ്രശസ്ത സാഹിത്യകാരനായ CV രാമൻപിള്ള അയച്ച കത്ത്. 1916 കൊല്ലവർഷം 1093 CVയുടെ ലെറ്റർ പാഡിൽ റോസ്കോട്ട്, കോട്ടൺ ഹിൽ റോഡ്, തിരുവനന്തപുരം എന്നാണ് മേൽവിലാസം വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഒരു മിഥ്യാധാരണ കോട്ടൺ സാഹിബ് താമസിച്ചിരുന്ന കോട്ടൺ ഹിൽ എന്നുള്ളത് മാറ്റാവുന്നതാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കോട്ടൺ സാഹിബ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയതിന് 5 വർഷം മുമ്പാണ് CV ഈ കത്ത് എഴുതിയിട്ടുള്ളത്. ഈ തെളിവുകളിലെല്ലാം കാര്യവും വ്യക്തമാണ്. തിരുവിതാംകൂർ രാജകുടുംബം 1860, 1880 കാലഘട്ടത്തിൽ സ്ഥാപിതമായ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇത്. 1897 ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ 2ാം ഗ്രേഡ് കോളേജായി ഉയർത്തപ്പെട്ടത്. പിന്നീട് 1920 ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജ് ഫോർ വിമൺ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 37 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 31 മുതൽ 49 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ രാജഭരണ കാലഘട്ടം. അദ്ദേഹം ഭരിച്ച കാലത്ത് തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കപ്പെടുകയും കോളേജ് ഈ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഹിന്ദി പ്രചരണാർത്ഥം മുഖ്യ കർമ്മമാർഗമായി സ്വീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ ശ്രീ K. വാസുദേവൻ പിള്ള സാർ 57 സ്ഥാപിച്ച സ്വതന്ത്ര സന്നദ്ധ സ്ഥാപനമാണ് കേരള ഹിന്ദി പ്രചാര സഭ. എനിക്ക് തോന്നുന്നു വഴുതക്കാടും പ്രദേശങ്ങളിലുമുള്ള മുഴുവൻ ആൾക്കാർക്കും രാഷ്ട്രഭാഷയോട് ഇത്ര ആഭിമുഖ്യം പുലർത്താൻ സാധിച്ചത് ആ ഹിന്ദി പ്രചാര സഭയുടെ വരവോടുകൂടിയാണ്. അതോടൊപ്പം ദൂരദർശൻ ഇന്ന് കാണുന്നത് പോലെ നമ്മുടെ TV തുറന്നാൽ മലയാളം ചാനൽ തീരുന്നില്ല എന്നുള്ള കാലഘട്ടമായിരുന്നില്ല. കുറച്ച് സമയം മാത്രം മലയാളം സംപ്രേക്ഷണവും പിന്നീട് ഹിന്ദി സംപ്രേക്ഷണവുമായിരുന്നത് കൊണ്ട് ഭാഷ നമുക്ക് ഹിന്ദി പ്രചാര സഭ വഴി ഒരു ചാലായി മാറി. അതുകൊണ്ട് തന്നെ പലർക്കും ഹിന്ദി നന്നായി വഴങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1954 സ്ഥാപിതമായ ശ്രീ ശാരദാദേവി ശിശുവിഹാർ, നമുക്കറിയാം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിലൊന്ന് ശാരദാദേവി ശിശുവിഹാർ സ്കൂൾ, നമ്മുടെ ചിന്മയ വിദ്യാലയം, അതോടൊപ്പം വിദ്യാധിരാജ മന്ദിർ, അതിനൊക്കെ ഉൾപ്പെടെ നമ്മുടെ ബദിരമൂക വിദ്യാലയം, ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വഴുതക്കാട് ഒരു ആശ്രയ കേന്ദ്രമാണ്. ബദിരമൂക വിദ്യാലയവും അന്ധവിദ്യാലയവും അതോടൊപ്പം റോട്ടറി ക്ലബ്ബ് നടത്തുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെന്റലി റിട്ടാർഡഡ് സ്കൂളും ഒക്കെ അതിന് ഒരു തെളിവാണ്. നമുക്കറിയാം ആകാശവാണി, ഇവിടെ ഇന്നിപ്പോൾ കൈമപ്പറമ്പൻ സാർ ഉൾപ്പെടെ, നമ്മുടെ ബാബുസേനൻ സാറിൻ്റെ കുടുംബത്തിലെ അർച്ചന ഉൾപ്പെടെ, പ്രഭചേച്ചി ഉൾപ്പെടെ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ചാനലുകൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ മലയാളി ആദ്യം തുറക്കുന്നത് ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ ആയിരുന്നു. അതിലൂടെ കേട്ടിരുന്ന വാർത്തകളും പല കാര്യങ്ങളും ഇന്നും നിങ്ങളുടെയൊക്കെ ചെവികളിൽ, തൊഴിൽ വീതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ചെവിയിലുണ്ട്. ഈ ആകാശവാണി വഴുതക്കാട് ജഗതി റോഡിൽ വിസ്തൃതവും മനോഹരവുമായ പ്രകൃതി രമണീയവുമായ വളപ്പിലാണ് ഭക്തിവിലാസം ബംഗ്ലാവ് നിലകൊള്ളുന്നത്. ദിവാൻ ശങ്കര സുബയ്യർ ആയിരുന്നു ആദ്യം ഇവിടെ താമസിച്ചിരുന്നത്. പിന്നീട് സർ CP രാമസ്വാമി അയ്യരാണ് താമസിച്ചത്. 52 മുതൽ തിരുവനന്തപുരം ആകാശവാണി നിലയം ഇവിടെ പ്രവർത്തിക്കുന്നു. ഒരിക്കൽ തിരുവിതാംകൂർ ഭരിച്ച പ്രഗത്ഭരായ ദിവാൻമാരായിരുന്നു. ഇന്നിപ്പം ദിവാൻ രാമറാവുവിൻ്റെയും അതോടൊപ്പം പത്മനാഭറാവുവിൻ്റെയും ഒക്കെ കുടുംബാംഗങ്ങൾ കുറച്ച് മുൻപേ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ മഹാരാഷ്ട്ര പോലുള്ള ശിവജിയുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്ത് നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുവിതാംകൂറിൽ വന്നവരാണ്. അവരുടെ ഇപ്പോഴും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മുടെ ഈ വഴുതക്കാട് ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. വെള്ളയമ്പലം ജംഗ്ഷനും വഴുതക്കാട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനും ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ ഇവർക്കുള്ളതായിരുന്നു. ഇപ്പോൾ കെൽട്രോൺ സ്ഥിതി ചെയ്യുന്ന കൊട്ടാര വളപ്പ് പണ്ട് വളരെ വിശാലമായിരുന്നു. അതിലാണ് ചെറുപ്പകാലത്ത് യുവരാജാവായിരുന്നപ്പോഴും ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് താമസിച്ചിരുന്നത്. ഇപ്പോഴത്തെ യക്ഷിയമ്മ ആൽത്തറയ്ക്ക് ഇപ്പുറത്തുള്ള സ്ഥലമാണ് ദിവാൻ നാണുപിള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വാസസ്ഥലം ഡയമണ്ട് ഹിൽ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. യക്ഷിയമ്മ ആൽത്തറയ്ക്ക് അപ്പുറത്താണ് ദിവാൻ രാമറാവുവിൻ്റെ സ്ഥലം. ഇപ്പോഴത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനുമുണ്ട് ഒരു കഥ പറയാൻ. ദിവാൻ രാമറാവുവിൻ്റെ മകൻ T. പത്മനാഭറാവു നിർമ്മിച്ചതാണ് ആ കെട്ടിടം. പോലീസിന്റെ കൈവശമുള്ള ദിൽകുഷ് മന്ദിരം ശ്രീമൂലം തിരുനാളിന്റെ മകൻ വേലായുധൻ തമ്പിയും ട്രിഡാമന്ദിരം ശങ്കരൻ തമ്പി മകനു വേണ്ടിയും നിർമ്മിച്ചതാണ്. വഴുതക്കാട് ദിൽകുഷ് മന്ദിരം വേലായുധൻ തമ്പിയുടെ ബന്ധുക്കൾ
വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ചില സംഘടനകളെ കൊണ്ട് വാങ്ങിക്കാൻ സർ CP ശ്രമിച്ചു. വേണ്ടത്ര പണമില്ലാത്തതിനാൽ ഈ ശ്രമം നടന്നില്ല. ഒടുവിൽ സർക്കാർ ആ കെട്ടിടം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഉദാരശിരോമണി പത്മനാഭറാവുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകണമെന്നുണ്ട്. സമയം അതിക്രമിക്കുന്നു എന്നറിയാം, വിഷമിക്കേണ്ട. നമ്മുടെ ചരിത്രം നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ്. തിരുവിതാംകൂർ രാജകീയ സർവീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന പത്മനാഭറാവു, അദ്ദേഹമാണ് അച്ഛൻ്റെ പേരിൽ LMS ജംഗ്ഷനിൽ ഇപ്പോൾ കാണുന്ന രാമറാവു വിളക്ക് സ്ഥാപിച്ചത്. എല്ലാവരും പോകുമ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും, LMS ജംഗ്ഷനിൽ ഇപ്പോഴും ഒരു ചരിത്ര സ്മാരകമായി രാമറാവു വിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറൽ പോസ്റ്റ് ഓഫീസും സ്റ്റാച്യുവിലെ ടെലിഗ്രാഫ് ഓഫീസ് എന്നിവ ഉൾപ്പെടെ പല സ്ഥാപനങ്ങൾക്കും സ്ഥലം സംഭാവന ചെയ്തത് മഹാമനസ്കനായിരുന്ന പത്മനാഭറാവു ആയിരുന്നു. ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വൈസ്രോയ് അദ്ദേഹത്തിന് റാവു സാഹിബ് ബിരുദം നൽകി ആദരിച്ചു. ഇദ്ദേഹത്തിന്റെ സേവനങ്ങളെ മുൻനിർത്തി ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ഉദാരശിരോമണി ബഹുമതി നൽകി. ഇന്നും ആ പ്രദേശം ഉദാരശിരോമണി റെസിഡൻസ് അസോസിയേഷനായി പ്രവർത്തിക്കുന്നു. താൻ പണിത മനോഹരമായ വീട് വിറ്റ് ആ തുക കൊണ്ട് അദ്ദേഹം ചെയ്തത് മറ്റൊന്നുമായിരുന്നില്ല, SMV സ്കൂളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ 40,000 രൂപ എൻഡോമെന്റ് ആണ് റാവു ഏർപ്പെടുത്തിയത്. ഇമ്പീരിയൽ ബാങ്ക് ആണ് കെട്ടിടം വിലയ്ക്ക് വാങ്ങിയത്. ബാങ്ക് മാനേജറുടെ ഔദ്യോഗിക വസതിയായി ആദ്യം അത് ഉപയോഗിച്ചു. പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് SBI ആയി. അതിനുശേഷം IG ഓഫീസിന് വേണ്ടി ബാങ്ക് ഹൗസ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, ടാഗോർ തിയേറ്റർ ഉണ്ട്, ട്രിവാൻഡ്രം ക്ലബ് ഉണ്ട്. ക്ലബ്ബുകളുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ ഈ വഴുതക്കാട്. ഒരുപക്ഷെ ബ്രിട്ടീഷുകാർക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ട്രിവാൻഡ്രം ക്ലബിന് പകരം വയ്ക്കുവാൻ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വെച്ചതാണ് ശ്രീമൂലം ക്ലബ്ബ്. അവിടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്കായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവേശനം. ട്രിവാൻഡ്രം ക്ലബിൻ്റെ 60 ശേഷം ചന്തു നായർ, ഡോക്ടർ MRS മേനോൻ, MRR മേനോൻ എന്നിവർ സെക്രട്ടറിമാരായിട്ടാണ് ട്രിവാൻഡ്രം ക്ലബിൽ പ്രവർത്തിച്ചിരുന്നത്. നമുക്കറിയാം, തലവെട്ടി ക്ലബ്ബ്, ഫ്രീ മേസൺസ് ഹാള് ഇവിടെ സ്ഥാപനം ഉണ്ട്. ഒരുപാട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചിത്രത്തിലൊക്കെ വന്നിരിക്കുന്ന പല പാട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വൈദേശികമായ കുറേ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രീ മേസൺസ് ക്ലബിൻ്റെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കെങ്കിലും അറിയാം. സെൻറ്റ് ജോസഫ് പ്രസ് വളരെ പുരാതനമായിട്ടുള്ള 47 ഒക്ടോബറിൽ സ്ഥാപിതമായതാണ്. അത് ഇപ്പോഴും നന്നായി അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരവധിയായിട്ടുള്ളവർക്ക് സേവനവും അതോടൊപ്പം തന്നെ സഹായവും ഒക്കെയായി അതിൻ്റെ ഭാഗമായി CSM നഗറിൽ നമുക്കറിയാം ഒരു ബെൻസിഗർ ഹോം ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി താമസിച്ചുകൊണ്ട് ഏത് മേഖലയിൽ നിന്ന് വരുന്നവർക്കും അവിടെ താമസിച്ച് ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടി അവിടെയും പ്രവർത്തിക്കുന്നു. ഇനി പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ വാർഡിൽ താമസിച്ചിരുന്നു. ഒന്ന് ഓടിച്ചു വായിക്കാം. ശ്രീ രാമൻപിള്ള സർ, EV കൃഷ്ണപിള്ള, സാഹിത്യ പഞ്ചാനൻ ഡോക്ടർ PK നാരായണപിള്ള, മള്ളൂർ ഗോവിന്ദപിള്ള, പ്രൊഫസർ N ഗോപാലപിള്ള, ദിവാൻ പദം അലങ്കരിച്ചിരുന്ന VS സുബ്രഹ്മണ്യ അയ്യർ, ഉദാരശിരോമണി പത്മനാഭറാവു, ദിവാൻ പേഷ്കാർ കണ്ടനാട്ട് നാരായണ മേനോൻ, അഞ്ചൽ സൂപ്രണ്ട് നാഗൻപിള്ള, പ്രൊഫസർ N കൃഷ്ണപിള്ള, പ്രൊഫസർ ആനന്ദക്കുട്ടൻ, TN ഗോപിനാഥൻ നായർ, ഇന്നിപ്പോൾ നമ്മൾ ആദരിച്ച പ്രധാനപ്പെട്ട പല വ്യക്തിത്വങ്ങളും ഇവിടെ ശ്രദ്ധാഞ്ജലി നൽകി നമ്മൾ ആദരിച്ചു. ഇപ്പോഴും ഇവിടെ ബ്യൂറോക്രസിയുടെ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ചീഫ് സെക്രട്ടറിമാരുൾപ്പെടെയുള്ളവർ, അതിനോടൊപ്പം തന്നെ വിവിധ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വളരെ മഹനീയമായിട്ടുള്ള അധ്യാപകർ. നമുക്കറിയാം, ചെമ്മനം ചാക്കോ സാറ് ഈ വഴുതക്കാടാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം അതിനുശേഷം ഇവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് അത്തരത്തിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം മരണപ്പെട്ട ശ്രീ ഷാജി N കരുൺ സാർ ഉൾപ്പെടെ. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രൗഢഗംഭീരമായ ഒരു സ്ഥലത്താണ് നമ്മൾ അധിവസിക്കുന്നത്. വളരെ പ്രശസ്തിയുണ്ട് നമ്മുടെ സ്ഥലത്തിന്. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ നടത്തി. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിന് നിരവധിയായിട്ടുള്ള ചേച്ചിമാർ എൻ്റെ മുൻപിൽ ഒരേ തരത്തിൽ വേഷം ധരിച്ച് ഞാൻ ജനപ്രതിനിധിയായി ഇവിടെ വരുമ്പോൾ ആദ്യമായി നമ്മുടെ വാർഡിൽ ഉണ്ടാക്കിയ ഒരു സംഘമാണത്. ഒരു കുടുംബശ്രീ ആയിട്ടല്ല, സ്വയം സഹായ സംഘമായി. പക്ഷേ ഈ അടുത്ത കാലത്ത് അവർ 19ാം വാർഷികാഘോഷം നടത്തി. വളരെ മനോഹരമായാണ് നടത്തിയത്. കാരണം സ്ത്രീകൾക്ക് സ്വന്തമായി അത്തരത്തിൽ വീട്ടുമുറ്റത്തൊരു ബാങ്ക് എന്ന രീതിയിൽ തുടങ്ങി നിരവധിയായ സാമ്പത്തിക സമാഹരണമൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ
പ്രദേശത്തെ സ്ത്രീകളും ചെയ്യുന്നു. കുടുംബശ്രീ പ്രസ്ഥാനമുണ്ട്. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പറയുവാൻ ഒത്തിരി വാക്കുകളുണ്ട്. പക്ഷേ സമയം അതിക്രമിക്കുന്നത് കൊണ്ട് മറ്റൊന്നിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഈ അവാർഡ് വാങ്ങിയവരും അവാർഡ് സമയബന്ധിതമായി നൽകാൻ പറ്റാത്തതിൽ ക്ഷമയും ചോദിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് വെളിയിലുള്ള ചായ കുടിച്ച് നമ്മുടെ ആരോഗ്യം പരിശോധിച്ച് നിങ്ങൾക്കായി ഇവിടെ ഒടുക്കിയിരിക്കുന്ന സ്റ്റാളുകളിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി സന്തോഷപൂർവ്വം നമുക്ക് ഈ വർഷത്തേക്ക് ഈ പരിപാടികൾക്ക് ശേഷം പിരിയാം. വന്ന് ക്ഷണം. എനിക്കറിയാം ഈ പരിപാടി ഞങ്ങൾ നേരത്തെ ആലോചിച്ചെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് വളരെ 3 ദിവസത്തെ പണിയാണ്. യഥാർത്ഥത്തിൽ 3 ദിവസം കൊണ്ടാണ് ഇത് ചെയ്തത്. കുറവുകളുണ്ട്. വന്നവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.